ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ഫ്രൈഡേ ഗൈഡൻസ് ആണ്, അതായത് മെയ് 2 എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ ഗൈഡൻസ് എന്താണെന്ന്. മെയ് 2 എനർജി എന്താണ്? പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. താങ്ക് യു. Hermit. What situation in your life is asking you to look within? ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ്, എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ തിരിയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് അത് ഇമോഷണൽ ബാലൻസ് വീണ്ടെടുക്കാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എല്ലാ കാര്യങ്ങളും കെയർഫുള്ളി നിങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാനായിട്ടും ശ്രമിക്കുക. ഉടനടി അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ, ഒരു റിയാക്ഷൻ കൊടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ അറിവ്, ഇൻ്റലിജൻസ് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. നമുക്ക് നോക്കാം ബാക്കിയുള്ള കാർഡ്സ് എന്താണ് പറയുന്നത്. ഫ്രൈഡേയുടെ എനർജി പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ജഡ്ജ്മെൻറ്റ്. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ജഡ്ജ്മെൻ്റലായിട്ടുള്ള എനർജിയിലോട്ട് പോകാതിരിക്കുക. എന്തെങ്കിലും എനർജീസ് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് സിറ്റുവേഷൻസ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറേ കൂടെ ഈസി ആയിട്ട് സിറ്റുവേഷൻസ് തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിലപ്പോൾ എല്ലാ ആൻസേഴ്സും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷത്തിൽ വരണം എന്നില്ല. അതിൻ്റെ പിന്നിലെ ആ ഒരു എനർജി എന്താണ്, ഇൻറ്റൻഷൻ എന്താണ്, അത് കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. പേജ് ഓഫ് കപ്സ്. എഗെയിൻ ഇവിടെ ഇൻറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഇമോഷണൽ എനർജി, അതുപോലെ തന്നെ വിസ്ഡത്തിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അത് ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കോൺവെർസേഷൻസ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ബ്ലെസ്സിങ് വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ, ജലസിയുടെ ആയിരിക്കാം, ഗോസിപ്പിൻ്റെ ആയിരിക്കാം, ചീറ്റിങ്ങിൻ്റെ ആയിരിക്കാം, അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി അവൈലബിൾ ആണ്. എഗെയിൻ വിസ്ഡം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. കണ്ടോ, എഗെയിൻ ഹെർമിറ്റ് ആണ്. നിങ്ങൾ ഇത്രയും നാളും നേടിയ ജ്ഞാനം, വിസ്ഡം ഇന്നത്തെ ദിവസം യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട്, നിങ്ങളുടെ ലൈറ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസത്തെ തീം വന്നിട്ട് മൂവ്മെൻ്റ് ആണ്, ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്. എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ്, ന്യൂസ്, ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു എനർജിയിൽ കുറച്ച് പേരിരിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക, ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി അതിലോട്ട് പോകാതിരിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് പകരമായിട്ട് ലൈഫിലെ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ഇൻസ്പിറേഷൻസ്, എന്താണ് ലൈഫിൽ നെക്സ്റ്റ് ചെയ്യേണ്ടത്, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ, ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിലാണ്, അവിടെയും കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട്, കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് എന്ത് സ്റ്റെപ്പ് എടുക്കണം, അവിടെയും കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങളെ ഇവിടെ പല സിറ്റുവേഷൻസും ഹീൽ ചെയ്യാനായിട്ട്, ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക, കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ക്ലെൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ അത് സഹായിക്കുന്നതാണ്.
കുറച്ച് പേർക്ക് ഫാമിലി, കുടുംബം, അവിടെയും കുറച്ചൊരു ഇമോഷണൽ സെക്യൂരിറ്റി, കുറച്ചൊരു ബാലൻസ് നിലനിർത്താനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫ്രൈഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ ഗൈഡൻസ് എന്താണെന്ന്. മെയ് 2 എനർജി എന്താണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. താങ്ക് യു. നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് നിങ്ങളത് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തൻ്റേതായിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പഠിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് സെൽഫ് റിയലൈസേഷനാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി, ഫിനാൻസ് ആയിട്ടുള്ള എനർജിയാണ്. അവിടെ ഒരു സ്റ്റെബിലിറ്റി, ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതാണ് ഓവറോൾ ഒരു ഗൈഡൻസ് ആയിട്ട് ഈ ഒരു ദിവസം പറയുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സെൽഫ് വർത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടാകാം. നിങ്ങളുടെ മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ കോൺഫിഡൻസ് ലെവലിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചാലഞ്ചസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എല്ലാവർക്കുമല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആരെയും ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇൻ്റലിജൻസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു വിക്ടിം മൈൻഡ് സെറ്റ്, ആ ഒരു ലോ വൈബ്രേഷനിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട്, ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് നിങ്ങൾ നീങ്ങാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ നടത്തുമ്പോഴായിരിക്കാം, ഇൻ്റർവ്യൂവിനായിരിക്കാം, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നിങ്ങൾ ക്യാരി ചെയ്യുന്നത്, അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതും കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക ഈ ഒരു ദിവസം വന്നിട്ട്. നമുക്ക് നോക്കാം ബാക്കിയുള്ള എനർജീസ് എന്താണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു. ഫ്രൈഡേയുടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് പല പല അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. പല രീതിയിലായിരിക്കാം ഈ ഒരു എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. കുറച്ച് പേർക്ക് സമാധാനം, പീസിൻ്റെ രൂപത്തിലായിരിക്കാം. കുറച്ച് പേർക്ക് ഫിനാൻഷ്യലി ആയിരിക്കാം. കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ്ങിൻ്റെ രൂപത്തിലായിരിക്കാം. കുറച്ച് പേർക്ക് ഒരു ഷെയറിങ് എനർജി ആയിരിക്കാം. അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു സർപ്രൈസിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്, എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഉറച്ചു നിൽക്കുന്നത്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷൻസ്, അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം പറയുന്നത് ലൈഫിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക. കുറച്ച് പേർക്ക് അക്കരപ്പച്ച എന്ന് പറയും. അതായത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും മറ്റൊരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്, അവിടെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി ഉള്ളത്. അപ്പോൾ അത് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നമുക്ക് ഉള്ളത് എന്താണോ അത് കറക്റ്റായിട്ട് ഈശ്വരൻ നമുക്ക് നൽകുന്നതാണ്, നമ്മളുടെ കർമ്മ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അത് വിശ്വസിക്കാനായിട്ട്, അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അതും നിങ്ങളെ ഈ ഒരു ദിവസം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കോൺവെർസേഷൻസ്, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആക്ഷൻസ് ഈ ഒരു ദിവസം കുറച്ചൊന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താനായിട്ട്, പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്താ പറയുക, അതിന് റിപ്ലൈ കൊടുക്കണം എന്നില്ല, ആക്ഷൻ അപ്പം തന്നെ എടുക്കണം എന്നില്ല. കുറച്ചൊന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളതിന് റിപ്ലൈ കൊടുക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എഗെയിൻ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്.
ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി അവസരങ്ങൾ വരുന്നതാണ് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ കൊളാബറേഷൻ്റെ എനർജിയാണ്, എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ കഴിവുകൾ, അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരുന്നതായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാലൻറ്റ് മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ബ്ലെസ്സിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് വാൻഡ്സ് ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഇവിടെ 2 ഏസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ന്യൂ ബിഗിനിങ്, ഒത്തിരി പാഷൻ, ഒത്തിരി ഗ്രോത്തിൻ്റെ എനർജി, പുതിയ ഐഡിയയിൽ വർക്ക് ചെയ്യുക, ലൈഫിൽ പുതിയ ഗ്രോത്ത് കൊണ്ടുതരുന്ന എനർജീസ് എന്തൊക്കെയാണ് അതായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി, ആത്മീയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റീബേർത്തിൻ്റെ എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹോം, ഫാമിലി അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പുതിയ ഓഫീസ് സ്പേസ് ആയിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനർജീസ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടും അവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. അപ്പോൾ ബാക്കിൽ 7 ഓഫ് വാൻഡ്സ് ആണ്, കോൺഫിഡൻസിൻ്റെ എനർജിയാണ് ഓവറോൾ ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ 10 ഓഫ് വാൻഡ്സിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് അവിടെയും കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ടഫായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ലോജിക്കലായിട്ട്, പ്രായോഗികമായിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും നിന്നുപോയ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഫ്രഷ് ബിഗിനിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ഓഫ് വാൻഡ്സിൽ പ്രോഗ്രസിൻ്റെ എനർജിയാണ്, നെക്സ്റ്റ് ലെവലപ്പിൻ്റെ എനർജിയാണ് കാണുന്നത്. പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടാകാം ഈ ഒരു ദിവസം വന്നിട്ട്. അത് ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്, ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഒൺലി തിങ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫ്രൈഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.